ബാർക്കോഴ കേസിൽ സുകേശൻ അന്വേഷിക്കില്ലെന്നും ഡിവൈഎസ്പി നജ്മുൽ ഹസൻ അന്വേഷിക്കുമെന്നും ജേക്കബ് തോമസ്. വിജിലൻസ് ഇപ്പോൾ കൂട്ടിലടച്ച തത്തയല്ലെന്നും ജേക്കബ് തോമസ് തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വിജിലൻസ് ശക്തമായിട്ടുള്ള നടപടികൾ അഴിമതിക്കാർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിലിപ്പോൾ തത്തയല്ലല്ലോ. എൻ്റെ പണി അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടികളെടുക്കുക എന്നുള്ളതാണല്ലോ. അല്ലേ, ബാർ കേസിലെ നിയമോപദേശങ്ങൾ 2014 ഡിസംബർ മാസവും എടുത്തിട്ടുണ്ട്. 2014 മുതൽ പല ഉദ്ദേശങ്ങളിലുള്ള നിയമോപദേശങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ശക്തമായ അന്വേഷണം കോടതി അനുവദിച്ചാൽ തീർച്ചയായിട്ടും നടത്തും. ഷീജ ടെലിഫോണിൽ ചേരുന്നു. ഷീജ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ജേക്കബ് തോമസ് പറഞ്ഞത്? വിശദാംശങ്ങൾ. ധന്യ, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതായാലും പുതിയ ഒരു ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് എന്നാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 നജ്മുൽ ഹസൻ എന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി ഈ ബാർ കേസിൽ അന്വേഷണം നടക്കുക. പ്രധാനമായും ഇതിൽ ശങ്കർ റെഡ്ഡിക്കെതിരെയായിരുന്നു SP സുകേശൻ ഒരു ഹർജി നൽകിയിരുന്നത്. ഇതിൽ ശങ്കർ റെഡ്ഡിക്കെതിരായ ഒരു നിലപാട് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ മനസ്സിലായത്, അദ്ദേഹം വ്യക്തമാക്കിയത്, ഒളിഞ്ഞും തെളിഞ്ഞും ഈ കേസിൽ ബാർ കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അത് കേസ് ഡയറിയിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് കേസ് ഡയറി കോടതിയിൽ സൂക്ഷിക്കണം എന്നൊരാവശ്യം വിജിലൻസ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ചും ഈ കേസ് ഡയറി